ഇപ്പോൾ ഇടതു നിരീക്ഷകനായ ശ്രീ ബി ജയരാജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയരാജ്, നോക്കൂ, ഈ ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു, അസഭ്യം വിളിച്ചു. അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ പുറത്തിറങ്ങുകയും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിഷേധിക്കുന്നതിനെതിരല്ല, എന്നാൽ അസഭ്യകരമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ്. അത് തീർത്തും ശരിയല്ലേ? നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ അത് ആരോഗ്യകരമായി വേണ്ടേ പ്രതിഷേധിക്കാൻ? വളരെ ആരോഗ്യകരമായിട്ടാണല്ലോ കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നത്. കാര്യം ഏറ്റവും കേട്ടാൽ അറയ്ക്കുന്ന പുളിച്ച് തെറി വിളിച്ചുകൊണ്ടാണ് പല കോൺഗ്രസ് പ്രതിഷേധങ്ങളും നടക്കുന്നത്. ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗങ്ങളൊക്കെ എന്തെല്ലാം ത്രെട്ടനിങ് ആയിട്ടുള്ള കോളോ ഇതാണ്. യാതൊരു മുതിർന്ന ആളുകളോ യാതൊരു ബഹുമാനം പോട്ടെ, അവര് സർവ്വപുച്ഛവും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു കൊച്ചു പയ്യൻ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഒരു മോബ് സിറ്റുവേഷനിലോട്ട് ചെല്ലുമ്പം മോബിലുള്ള എല്ലാ ആളുകളും അച്ചടക്കമുള്ളവരെ പോലെ പെരുമാറണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. മോബ് സിറ്റുവേഷനിൽ ആര് കടന്നു ചെന്നാലും, ആ മോബ് സിറ്റുവേഷനിൽ ആര് ഇറങ്ങിച്ചെന്നാലും കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കാനും ഈ അന്വേഷണത്തിന്റെ വഴി തിരിച്ചു വിടാനും ഇപ്പൊ കേസെടുക്കാനായിട്ടുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂ ഒന്ന് ശ്രദ്ധ ചെലുത്തി വിടാനുള്ള ഷാഫി പറമ്പിലിന്റെ നീചമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. ഷാഫി പറമ്പിലിന്റെ ബാക്കിംഗ് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഒന്ന്, ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് കൊടുക്കുന്നതിന് പകരം അയാൾക്കൊരു ഗ്രേസ്ഫുള്ളും എക്സിറ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, വീണ്ടും അയാളെ കൂടെ ചേർത്ത് പിടിച്ച് വി ഡി സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നീ ത്രയങ്ങൾ ചേർന്ന് കോൺഗ്രസിന്റെ പാരമ്പര്യത്തെ നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടി അടിവേര് വരെ തോണ്ടി വെച്ചിരിക്കുകയാണ്. എവിടെ പോയി കോൺഗ്രസിന്റെ പാരമ്പര്യം? കാറിനകത്ത് ഒരു സ്ത്രീയെ കണ്ടു എന്നുള്ള പേരിൽ മാറിപ്പോയ പി ടി ചാക്കോയുടെ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. രാജിവെച്ച് പുറത്തുപോയ പി ടി ചാക്കോയുടെ ചരിത്രം. അത്ര മഹാരഥന്മാരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അനേക ആളുകളുമായി ഓരോ ദിവസവും ഓരോരോ കേസുകൾ പൊങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതാരും രാഷ്ട്രീയ പ്രേരിതമായി ആരെങ്കിലും ഉണ്ടാക്കി കെട്ടിച്ചമച്ചതാണെന്നോ ഒന്നും ആരും അവകാശപ്പെടുന്നില്ല. ഇതുവരെ ആരും പറഞ്ഞില്ല. അങ്ങനെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞ് തടുക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. ഇയാളുടെ പ്രവൃത്തി ശരിയല്ല. NSUവിന്റെ നേതാവായിരുന്നപ്പോൾ ഡൽഹിയിൽ ചെയ്തു കൂട്ടിയ ഫേക്ക് കൂത്തുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ, ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു പെർവേഴ്സീവ് ആയിട്ടുള്ള ഒരു പെർവേർട്ടിനെ വെച്ചുകൊണ്ടിരിക്കണോ, കേരള രാഷ്ട്രീയം ചുമക്കണോ, പാലക്കാട് മണ്ണ് ചുമക്കണോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ ഷാഫി പറമ്പിലിനോട് തെറി പറഞ്ഞതാണോ ഇവിടെ ഏറ്റവും വലിയ വിഷയം? ഷാഫി പറമ്പിലിനോട് തെറി പറഞ്ഞ് ഇത്തരം വൃത്തികെട്ടവന്മാരെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം തെറിയല്ലാതെ പിന്നെ ഈ എന്താണ് വാഴ്ത്തുപാട്ടാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് കേരള സമൂഹത്തിലെ ആളുകൾ ഇവരുടെ എല്ലാം മുഖത്തേക്ക് കാർത്തിച്ച് തുപ്പുന്ന ഒരു സമയം വരും. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഈ യാത്രയിൽ നോക്കിക്കാണുള്ളത്. എന്തായാലും സംസ്ഥാന ഗവൺമെന്റ് കേസെടുക്കാത്തത് എന്നുള്ള പരാതി അവിടെ നിൽക്കട്ടെ. എന്തായാലും നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഈ വന്നിട്ടുള്ള അബോർഷനെ പ്രേരിപ്പിക്കുന്ന ഓഡിയോ ടേപ്പുകളാണെങ്കിൽ ശരി തന്നെ, ത്രെറ്റനിങ് കില്ലെന്നുള്ള ഓഡിയോ ടേപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ ശരി തന്നെ, ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിലായിക്കോട്ടെ, അത് ഫ്ലിൻസി ഗ്രൗണ്ട്സിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആ പ്രതിരോധത്തിനുള്ള അവസരം കൊടുത്തത് കോൺഗ്രസ്സാണ്. രാജിവെക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. അങ്ങനെ ഈ മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ഗ്രേസ്ഫുൾ എക്സിറ്റിന് പകരം അയാൾക്കൊരു ഗ്രേസ്ഫുൾ കിരീടധാരണത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടൻ? എന്തിനാണ് അയാളെ ഇത്രയധികം ഭയക്കുന്നത്? ആരാണ് ഈ ഷാഫി പറമ്പിൽ? ഇവരൊക്കെ എന്നാണ് ഇവിടെ മുതിർന്ന നേതാക്കന്മാരില്ലേ? രമേശ് ചെന്നിത്തലയുണ്ട്, VM സുധീരനുണ്ട്, K സുധാകരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, അങ്ങനെ അനേക അടൂർ പ്രകാശുണ്ട്, അങ്ങനെ അനേക സീനിയർ നേതാക്കന്മാരുള്ള സ്ഥിതിക്ക് ഇത്തരത്തിലുള്ളവന്മാരെയൊക്കെ എന്തിനാണ് ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത്? രാഷ്ട്രീയത്തിൽ പിച്ചുവെച്ച് തുടങ്ങിയ ഇത്തരം ആളുകളെ ഭയക്കുകയാണെങ്കിൽ രണ്ടാം നിര എന്ന് പറഞ്ഞ് വലിയ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്ന രണ്ടാം നിരയുടെ കയ്യിലിരിപ്പും ഇവര് റീൽസിലൂടെ വളർന്നു വന്ന ഊതിപ്പെരിപ്പിക്കപ്പെട്ട ബലൂണുകളാണെന്നും കേരള രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പൊട്ടി തകർന്നു പോകുമെന്നും കാറ്റഴിച്ചു വിട്ട പോലെ ഇതെല്ലാം ഇല്ലാതാവുമെന്നൊന്നും മനസ്സിലാക്കാത്ത ആളുകളല്ല കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ. കേരളത്തിലെ രാഷ്ട്രീയം സാധുത വീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഫേക്കുകൾ, ഇത്തരത്തിലുള്ള റീൽസ് കുമാരന്മാരെ കേരളം ചരിത്രത്തിന്റെ ചവച്ച കുട്ടയിലേക്ക് വലിച്ചെറിയുന്ന തന്നെയാണ്. ഇത്രയാണ് എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ബി ജയരാജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.